മരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നോരപ്പം അതു തന്നെയോ? പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. അമ്മേ വിളി കേട്ടുണരൂ, ആശതൻ കൈത്തിരി തെളിച്ചു തരൂ. സ്വർഗീയ വാതായനം തുറന്ന് ദാനങ്ങൾ വർഷിക്കും അമ്മേ. ഞങ്ങൾക്ക് ഈ ഉലകിൽ ദുഃഖമകറ്റിടുവാൻ, ഞങ്ങൾക്ക് ഈ ഉലകിൽ ദുഃഖമകറ്റിടുവാൻ നീയല്ലാതാരുണ്ടിവിടെ? അമലെ ആ വിമലെ അമ്മേ, അഭയം തന്നരുളണമേ. അമ്മേ വിളി കേട്ടുണരൂ, ആശതൻ കൈത്തിരി തെളിച്ചു തരൂ. നല്ല പാട്ട്. ഇതാരാ പഠിപ്പിച്ചേ? എൻ്റെ അമ്മ. അതെയോ? നന്നായിട്ട് പാടി കേട്ടോ. സ്കൂളിലൊക്കെ പാടാറുണ്ടോ? ഉണ്ട്. ആ, കുഞ്ഞ് ചായ കുടിക്കുന്നാലോ? ആൻറ്റി, ഈശോ നമ്മുടെ കൂടെ ഉണ്ടോ? പിന്നെ അതൊരു ചോദ്യമാണ്. അതിനെന്നാ സംശയിക്കുന്നത്? അതല്ല, ഈശോ കൂടെ ഉണ്ടെന്ന് എന്തോ ഒരു തെളിവ്? ആ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ക്വസ്റ്റ്യനാണ്. എല്ലാവരും ചോദിക്കും അല്ലേ? അത് ആൻറ്റി ഇപ്പോൾ കൊച്ചിന് പറഞ്ഞു തന്നാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻറ്റി ഒരു സൂത്രം കാണിച്ചു തരാം. ആ, കുഞ്ഞ് എഴുന്നേറ്റ് വാ. ഇത് നോക്കിക്കുന്നു കേട്ടോ. ആൻറ്റി ഇത് ചെയ്യാൻ പോകുന്ന കാര്യം എന്നാന്ന്. കാരണം കുഞ്ഞിന് ഇത് പറഞ്ഞു തന്നാലേ കൊച്ചിന് മനസ്സിലാകുകയില്ല. അപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് തിളയ്ക്കണം. ആ തുണിയും കെടുത്താൽ വേണം ഒന്ന് തൂക്കാം. കാണിച്ചു തരാവേ. ഇപ്പം ഇതിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഒരു പൊടി പോലും ഇല്ല, ഒന്നുമില്ല അല്ലേ? ഇപ്പോൾ ഒരു മാജിക്ക് കാണിച്ചു തരാം. മാജിക്ക് കണ്ടിട്ടുണ്ടോ? വചനം അറിയാവോ? ഒരു വചനം പറയാവോ? അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. ആ, അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ വചനമാണ് അല്ലേ? അപ്പം മേടിക്കാനുള്ള ഇനി ഒത്തിരി വചനമൊക്കെ പഠിക്കണം കേട്ടോ. എന്നും ബൈബിൾ വായിക്കണം. നമ്മൾ സ്കൂളിലെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ വചനം എടുത്തു വെച്ച് വായിച്ചാൽ നല്ല വചനം ഈശോ അല്ലേ? അല്ലേ? വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു ഈശോ അല്ലേ? ഈശോ ശരീരം സ്വീകരിച്ച് ശരീരത്തോടെ നമുക്ക് കാണാവുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ വസിച്ചു ജീവിച്ചു അല്ലേ? ഈശോ എത്ര വർഷം ഭൂമി ജീവിച്ചിരുന്നു ശരീരത്തിൽ? 33 വർഷം കേട്ടോ. 33-ാമത്തെ വയസ്സിലല്ലേ ഈശോ കുരിശിൽ മരിക്കുന്നത്. അപ്പം അത്രയും വർഷം ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ഇല്ലായിരുന്നോ അല്ലേ?
അന്ന് മോളൊന്നും ജനിച്ചില്ല, എന്നാലും അന്ന് ജീവിച്ചിരുന്നവരെല്ലാം ഈശോയെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇതുണ്ട്, ഇത് ആൻറ്റി ഇതിനകത്ത് വെള്ളം വെച്ച് തിളപ്പിക്കുക. ഈ വെള്ളം ഇപ്പം നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. കൊച്ചു നോക്കിക്കോ. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും കാണാവോ എന്ന് നോക്കിക്കേ. കാണാം, വെള്ളം അകത്ത് തിളയ്ക്കുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ നേരെ നോക്കിയോ, ഒരു പുക പോലെ എന്തോ ഇങ്ങനെ പൊങ്ങണില്ലേന്ന് നോക്കിയേ. ഇല്ലേ, അതെന്നാ അത്? ആവി അല്ലേ. നമ്മൾ നീരാവി എന്നല്ലേ പറയണേ. ഇപ്പം നമ്മൾ ദേ വെള്ളം തിളയ്ക്കണത് പുക പോലെ ആവി പൊങ്ങുന്നുണ്ടോ, നീരാവി പൊങ്ങുന്നുണ്ട്. ഇപ്പൊ കാണത്തില്ല നന്നായിട്ട്. ഇനി ഇപ്പോൾ ഒരു മാജിക്ക് കാണിക്കാം. ഇതേലും വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ദേ നോക്കിക്കോണം കേട്ടോ. ഇതിങ്ങനെ ആവി ഇങ്ങനെ പൊങ്ങി 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 വരുന്നതിന് ഈ ആവിയെ ആൻറ്റി ഇങ്ങനെ തടഞ്ഞ് നിർത്തുക. തടഞ്ഞ് നിർത്തി കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ അടപ്പുണ്ടല്ലോ, ഈ ലിഡ്, ഇതിൽ വെള്ളം ഉണ്ടാവും. ഇപ്പം ഇതെല്ലാം മുട്ടിയിട്ടില്ല. കൊഞ്ഞ് നോക്കിക്കോ, സൂക്ഷിച്ച് നോക്കിക്കോ. ഇതുണ്ടോ, മുട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇതിനകത്ത് ഒന്നും ഇല്ലായിരുന്നതേ. ഇത് കണ്ടോ, വെള്ളം ഒഴിച്ചാടുന്നുണ്ടോ? ഉണ്ടോ? കാണുന്നുണ്ടോ? മാജിക്ക് നല്ലതല്ലേ? അപ്പൊ മുതുകാടന്റെ മാജിക്കിലും നല്ലതായതല്ലേ. ഇത് കണ്ടോ, വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടോ? നമ്മള് അപ്പൊ ഈ ഇതെങ്ങനെയാ വന്നതെന്നറിയാമോ? പിടിയില്ല. ആവി. ഇത് കണ്ടോ, ഈ ആവിയെ നമുക്ക് കാണത്തില്ല. നീരാവിയെ നമുക്ക് കാണത്തില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു പുക പോലെ കാണുന്നില്ലേ? ഇവിടെ ഒരു പുക പോലെ നമ്മൾ കാണുന്നത് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ വെള്ളം നീരാവിയായിട്ട് മാറുക. അങ്ങനെ മാറുമ്പോൾ ഈ വായുവിലേക്ക് ആ നീരാവി വരുമ്പോൾ വായുവിലുള്ള ചില പൊടികളൊക്കെ ഉണ്ട്. ആ പൊടികളിൽ തട്ടുന്നത് കൊണ്ടാണ് ഈ നീരാവിയെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റണേ. നമ്മൾ പറയും പുക പോലെയാന്ന് പറയും, പക്ഷെ നീരാവിക്ക് നിറമില്ല, നമുക്ക് കാണത്തുമില്ല. അത് ആ രൂപത്തിലായിരിക്കുന്നത്. പക്ഷെ ആ വായുവിലുള്ള പൊടിപടലങ്ങളുമായിട്ട് തട്ടുമ്പോഴാണ് അതിന് നമുക്കൊരു പുക പോലെ കാണും. ആ നീരാവിയെ നമ്മളിങ്ങനെ തടഞ്ഞു നിർത്തുമ്പോൾ അത് വീണ്ടും എന്തായി മാറുന്നു? ജലമായിട്ട് മാറുന്നു. അപ്പം നമ്മൾ എന്തുവാ ഈ പാത്രത്തിൽ വെച്ചത്? വെള്ളം. ആ വെള്ളം തിളച്ച് അത് വേറൊരു രൂപമായി അല്ലേ. ഇപ്പം ഈ വെള്ളം നമ്മളിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് മുഴുവനും തീരും. എങ്ങനെയാ തീരുന്നേ? നീരാവിയായിട്ട് ആവിയായിട്ട് പോകും. കൊച്ചു കടപ്പുറത്തൊക്കെ പോയിട്ടുണ്ടോ? ഇത് മൂടി വയ്ക്കട്ടെ, മനസ്സിലായോ? ഒന്നുകൂടെ കാണിക്കണോ? വേണ്ട. വെള്ളം വന്നുകൊണ്ടിരിക്കും. ഈ നീരാവി ഈ ലിഡയിൽ തട്ടിയിട്ട് അത് ഘനീഭവിക്കും. എന്നിട്ട് അത് വീണ്ടും വെള്ളമായിട്ട് പോകും. അപ്പം ഇതൊരു സയൻറ്റിഫിക്കാ അല്ലേ. ഇത് വെള്ളം തിളയ്ക്കുന്നു. അപ്പം ആദ്യത്തെ രൂപം എന്തോ? വെള്ളത്തെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അത് തിളച്ചപ്പോൾ എന്തായി മാറി? നീരാവിയെ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടെ നമ്മളൊരു പുക പോലെ കാണുന്നത് ഈ വായുവിലുള്ള പൊടിപടലങ്ങളിൽ ഈ നീരാവി തട്ടുമ്പോൾ അവിടെ ഒരു ജലകണത്തിന്റെ രൂപം കുഞ്ഞായിട്ടുണ്ടാകുന്നുണ്ട്. അതൊരു നമ്മൾ നല്ലതായിട്ട് നോക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. അത് വീണ്ടും എന്തായി മാറി? പിന്നെയും വെള്ളമായിട്ട് മാറി. അപ്പം നമ്മുടെ നഗ്ന നേത്രത്തിന് അത് കാണാം അല്ലേ. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു രൂപം മാത്രം നമുക്ക് കാണത്തില്ല അല്ലേ. ഇപ്പൊ കൊച്ചയുടെ ആൻറ്റിയോട് ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഓഫ് ചെയ്തേക്കട്ടെ? ഇനി സംശയമൊന്നും ഇല്ല. അതെന്നാന്ന് ചോദിച്ചാൽ ഇത് ആൻറ്റി പറഞ്ഞു തരാം. നമ്മളോട് ഈശോ എന്നാ പറഞ്ഞേക്കുന്നത്? ഈശോയുടെ വലിയൊരു വാഗ്ദാനമുണ്ട്. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്തം വരെ എന്ന് പറഞ്ഞാൽ എന്തുവാ? ലോകാവസാനം അല്ല. യുഗാന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലമാണ്. ആ കാലം മുഴുവനും ആര് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞേക്കണേ? ഈശോ കൂടെയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സംശയിക്കേണ്ട കാര്യമുണ്ടോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 20 പറയുന്നുണ്ട്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ വചനം. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈശോ ശരീരത്തോടു കൂടി ജീവിച്ചിരുന്നപ്പോൾ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു ഇല്ലേ. കടലിനു മീതെ നടന്നു. ശിഷ്യന്മാരുടെ കൂടെ ഈശോയെ നമുക്ക് അന്ന് ഈശോയുടെ കൂടെ ജീവിച്ചിരുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു. ഇപ്പം ഞാൻ ആൻറ്റി മോളെ കാണുന്നില്ലേ? നമുക്ക് ശരീരം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ കാണുന്നത്, അല്ലേ നമുക്ക് കാണാൻ പറ്റുമോ? അപ്പം ഇതുപോലെ അന്ന് ജീവിച്ചിരുന്നവർ ഈശോയെ കണ്ടു. ഈശോ ശരീരത്തോടു കൂടി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു ഇല്ലേ. അങ്ങനെയാണ് ഈശോ നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലായത്. ഈശോ വചനമാണ് അല്ലേ. അപ്പോൾ ആ ദൈവം, വചനമാകുന്ന ദൈവം ശരീരം സ്വീകരിച്ചപ്പോൾ നമുക്ക് കണ്ണിന് കാണാം. ആ രൂപത്തിൽ വന്നു 33 വർഷം നമ്മുടെ കൂടെ ജീവിച്ചപ്പോൾ തന്നെ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും,
ഒരു നിമിഷം പോലും വിട്ടുപോകുകയല്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇത് മോച്ചൊന്ന് ചിന്തിച്ചേ. ഇതിപ്പോൾ ഈശോ ശരീരത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് കണ്ണിന് കാണാവുന്ന രീതിയിൽ ഈ വെള്ളത്തെ ഒന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. വെറുതെ ഭാവനയിൽ വെള്ളം നമുക്ക് കാണാം അല്ലേ? അത് കഴിഞ്ഞ് വായു ആവിയായി, നീരാവിയായി. അന്നേരം കാണാൻ പറ്റിയോ? ഇല്ല. അപ്പം ഈശോ മരിച്ചു, കുരിശിൽ മരിച്ചു. ഈശോയുടെ ശരീരം പിന്നെ അവർ കല്ലറയിൽ അടക്കി. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ ഈശോയെ കണ്ടായിരുന്നോ? കണ്ടില്ല. ആദ്യം ഈശോയെ കണ്ടത് എങ്ങനെയാ? മരിച്ചു കഴിഞ്ഞിട്ട് ആരാ കണ്ടേന്നറിയാം? ആരാ ആദ്യം കണ്ടേ? മഗ്ദലന മറിയാം. അടക്കി കഴിഞ്ഞ് കല്ലറയിൽ ഈശോനെ അടക്കിയില്ലേ? അടക്കി കഴിഞ്ഞ് കല്ലറയിൽ ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ആയിട്ട് മഗ്ദലന മറിയം ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇതിനകത്ത് കണ്ടില്ല ഈശോയെ. കല്ലറയിൽ കണ്ടില്ല, പക്ഷെ ഈശോയെ കണ്ടു അല്ലേ? മഗ്ദലന മറിയം കണ്ടു. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ ശിഷ്യന്മാരോട് എൻ്റെ സഹോദരങ്ങളോട് കൂടി പോയി ചെന്ന് പറയുവിൻ, ഞാൻ നമ്മുടെ പിതാവിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ആ ഒരു നിർദ്ദേശം കൊടുത്തു വിടുക, ചെന്ന് പറയാൻ പറഞ്ഞ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സുവിശേഷ പ്രഘോഷക ആരാ? അപ്പോൾ മഗ്ദലന മറിയല്ലേ അല്ലേ? ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം മഗ്ദലന മറിയം കണ്ടു. അപ്പം ഈശോ മരിച്ചു കഴിഞ്ഞും മഗ്ദലന മറിയം കണ്ടു അല്ലേ? കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? പിന്നെ രണ്ട് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അല്ലേ? അവരിങ്ങനെ ഈശോ കുരിശിൽ മരിച്ചു, പിന്നെ ഈശോയെ കണ്ടില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് അവർ പോയപ്പോൾ അവരുടെ കൂടെ നടന്നു അല്ലേ? കൂടെ നടന്ന് ഈശോ അവരുടെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈശോ. അപ്പം ഈശോ അവരുടെ കൂടെ നടന്നു അല്ലേ? ഈശോയെ അവർ കണ്ടു. എപ്പോഴാ? മരിച്ചു കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം. മരിച്ചു കഴിഞ്ഞിട്ടും ശിഷ്യന്മാർ കണ്ടു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈശോ നടന്നു. അവർ അപ്പം എടുത്ത് വാഴ്ത്തി ഇല്ലേ? ഒക്കെ വായിച്ചിട്ടില്ലേ ആ ഭാഗമൊക്കെ? അപ്പോൾ മരിച്ചു കഴിഞ്ഞ് കണ്ടില്ലേ? കണ്ടു. പിന്നെ ആരെങ്കിലും കണ്ടോ? ശിഷ്യന്മാർ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കഥയൊക്കെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുക, അടച്ചിട്ടിരിക്കുക. അതിൻ്റെ ഇടയേക്കൂടെ നമുക്ക് അടച്ചിട്ട വാതിലിനകത്തോടെ നമുക്ക് കയറിപ്പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈശോയ്ക്ക് അത് സാധിക്കും. ആ സമയത്ത് ആ രീതിയിൽ ഈശോ ആ കഥകിൻ്റെ ഉള്ളിലൂടെ തുറക്കാതെ തന്നെ ശിഷ്യന്മാരിരുന്ന മുറിയിൽ കടന്നു ചെന്നു അല്ലേ? എന്നിട്ട് അവരോട് സംസാരിച്ചു, മീൻ കഷ്ണം ഭക്ഷിച്ചു. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇത് എപ്പോഴാണ്? ഈശോ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ കണ്ടത് അല്ലേ? അപ്പം അവർ അവിടെ ഈശോയെ കണ്ടു. അങ്ങനെ ശിഷ്യന്മാരിൽ പല പ്രാവശ്യം ഈശോയെ കണ്ടു. ഈശോ ഭക്ഷണം പാകം വെച്ച് കടൽ തീരത്ത് നോക്കി. അതൊക്കെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നില്ലേ? അങ്ങനെ ഈശോ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് കാണാനായിട്ട് ഈശോ അവസരം കൊടുത്തു ഇല്ലേ? അത് കഴിഞ്ഞും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈശോ. ഈ ഭൂമിയിൽ ഈശോ ജീവിച്ചിരുന്നപ്പോൾ ശരീരത്തിൽ കണ്ടതുപോലെ തന്നെ ഈശോയെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റി. അപ്പം മരിച്ചു കഴിഞ്ഞ് ഈശോയെ ആര് കണ്ടു? ശിഷ്യന്മാർ കണ്ടു, ഒത്തിരി പേര് കണ്ടു. അതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 18-ഉം 19-ഉം. ഇനി മോള് വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് വായിക്കുമ്പോൾ ആൻറ്റി പറഞ്ഞു തരാം. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല. ലോകം എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു അവസ്ഥയാണ്. നമ്മളിലുള്ള ആ ലോകാവസ്ഥ. ലോകം എന്നെ കാണുകയില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞാൽ ആർക്കാണ് കാണാൻ പറ്റുന്നത്? ഈശോയെ വിശ്വസിക്കുന്നവർക്ക്, ഈശോയുടെ മക്കൾക്ക്, ദൈവമക്കൾക്ക് ഈശോയെ കാണാനായിട്ട് വരും. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കുന്നു. അപ്പം ഈശോയ്ക്ക് ഒരിക്കലും മരണം ഇല്ല. മരണത്തെ അതിജീവിച്ചതാണ് ഈശോ. ഇനി മരണമില്ല. അപ്പം ഈ മരിച്ച് കഴിഞ്ഞ് ഈ ലോകത്തിലാകെ ഒരൊറ്റയാളെ മരിച്ചതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരെയും കണ്ടിട്ടില്ല അല്ലേ? ഈ ലോകത്തിൽ ഇന്ന് വരെ ഒരു ചരിത്രം ഇനിയൊട്ടും ഉണ്ടാകാനും പോകുന്നില്ല. മരിച്ചു കഴിഞ്ഞ് ഒരാളെ കാണുന്നത് ആരാ? അത് ഈശോ മാത്രമാണ്. അപ്പം മരണത്തെ അതിജീവിച്ച ഈശോ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഈശോ ജീവിക്കുന്നുണ്ട്. ഇപ്പം ഈ വെള്ളത്തെ തന്നെ അങ്ങ് നോക്കുക. ശരീരത്തോടു കൂടി ആയിരുന്ന അവസ്ഥ ഈശോയെ കണ്ട പോലെ ഈ വെള്ളത്തെ നമ്മൾ കാണുന്നു. ജലം നമ്മൾ കണ്ണിന് കാണുന്നു.
നീരാവി ആയപ്പോൾ കണ്ടോ? ഇല്ല, കണ്ടില്ല. കണ്ടില്ല. പക്ഷേ ഈശോ ഇപ്പം നമുക്കിങ്ങനെ നമ്മുടെ നഗ്നനേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഓടിച്ച് കൊല്ലാൻ കൊണ്ടുപോവുക. അന്നേരം സ്തെഫാനോസ് കാണുവാണ് സ്വർഗം തുറന്നിരിക്കുന്നത്. സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു, അവിടെ ഈശോ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒന്ന് എത്ര കാലം കഴിഞ്ഞിട്ടും ആര് കണ്ടു? സ്തെഫാനോസ് ഈശോയെ കണ്ടു. ഈശോയെ കണ്ടു മനസ്സിലായത് കൊണ്ടല്ലേ ഈശോ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞത്. സ്വർഗത്തില് പിതാവിൻ്റെ അടുത്ത് ഈശോ നിൽക്കുന്നത് കണ്ടു. അപ്പൊ സ്തെഫാനോസ് കണ്ടു. പക്ഷെ നമ്മുടെ നഗ്നനേത്രത്തിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈശോ നമ്മുടെ കൂടെ ശരീരത്തിൽ ജീവിച്ചു, മരിച്ചു കഴിഞ്ഞു, നമുക്ക് പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ശിഷ്യന്മാരൊക്കെ കണ്ടു, എമ്മാവൂസിലേക്ക് പോയവരുടെ കൂട്ടത്തിൽ നടന്നു, അല്ലേ? അതും കഴിഞ്ഞിട്ടാണ് ശിഷ്യന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നേരത്ത് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു, ഈശോയെ അവിടെ കണ്ടു. അപ്പം ഈശോ ജീവിച്ചിരിക്കുന്നില്ലേ? ഉണ്ട്. അതാ ഈശോ പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കുന്നു. അപ്പം നമ്മൾ ഈശോയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് മരണമുണ്ടോ? ഇല്ല. മരിച്ചു എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ശരീരം മാത്രം ഒന്ന് മാറും, രൂപാന്തരപ്പെടും, അല്ലേ? നമ്മുടെ ആത്മാവ് എവിടെ ചെല്ലും? ഈശോയുടെ സന്നിധിയിൽ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് ഈശോ പറഞ്ഞേക്കണേ. എൻ്റെ വചനം ആൻറ്റി പറഞ്ഞു തരാം. യോഹന്നാൻ്റെ സുവിശേഷം 14, 18, 19 നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിയറാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വചനം നമ്മൾ നല്ല ശക്തിപ്പെടുത്തും. വചനം നമുക്ക് അറിവ് തരുമല്ലേ, ജ്ഞാനമാണ്. അപ്പം അതുകൊണ്ട് ഈശോ നമ്മുടെ കൂടെ. പിന്നെ എന്നിട്ട് ഇനി ഈ വെള്ളം വീണ്ടും വെള്ളമായിട്ട് നമ്മൾ കണ്ടില്ലേ, നീരാവി ഘനീഭവിച്ച് വീണ്ടും വെള്ളമായിട്ട് കണ്ടു. അപ്പം ആദ്യം കണ്ട വെള്ളം പോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടു, ഇല്ലേ? ഇതുപോലെ ഈശോയെ ഇപ്പം നമുക്ക് നഗ്നനേത്രത്തിന് കാണാൻ പറ്റുമോ? ഇല്ല. ഇനി ഈശോയെ കാണാൻ പറ്റും. അതേപോലെ ഈശോയെ കാണാൻ പറ്റുമെന്ന് ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈശോ പറഞ്ഞത് ലൂക്കായുടെ സുവിശേഷം 21-27 പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ, അതായത് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും. അപ്പം നമുക്ക് കാണാം. അപ്പം നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പാകത്തിന് ഈശോ വാനമേഘങ്ങളിൽ എഴുന്നള്ളിയിരിക്കുന്നു. അപ്പോൾ ആകാശത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും കാണത്തില്ലേ? ആകാശത്തിൽ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് കാണാം, അല്ലേ? നമ്മൾ മേലോട്ട് നോക്കിയാൽ മതി, ഇല്ലേ? അപ്പോൾ വാനമേഘങ്ങളിൽ ഇനി ഈശോ പ്രത്യക്ഷപ്പെടും. അത് ആ സമയമാകുമ്പോഴാണ്. അത് നമുക്ക് കൃത്യസമയം നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇത് ഈശോ സൂചനയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ നമുക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ഈശോ വരുമ്പോഴത്തേക്ക്. അത് മത്തായിയുടെ സുവിശേഷം 24-44 പറയുന്നത്, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. ഈശോയെ വാനമേഘങ്ങളിൽ കണ്ട് എന്തിനാ ഈശോ വാനമേഘങ്ങളിൽ വരുന്നേ? നമ്മളെയും നമ്മൾ കണ്ട് നമ്മളെയും കൂടെ കൂട്ടി ഈശോ സ്വർഗത്തിലേക്ക് പോകുക. ആ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് നമ്മളെ പോകാൻ വേണ്ടിയിട്ടാണ് ഈശോ വരുന്നത്. ഈശോ പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഈശോ വാനമേഘങ്ങളിൽ അതിനാൽ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നതും. അപ്പോൾ മനുഷ്യപുത്രൻ വരുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്താണ്. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. ഇപ്പം നമ്മൾ സ്കൂളിൽ പോകാൻ നേരത്ത് 9 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 9 മണിയാകുമ്പോൾ പോകണം. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം, ഡ്രസ്സ് ചെയ്യണം, ഒരുങ്ങി നമ്മളിരിക്കും വാൻ വരാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പം നമ്മൾ ഒരുങ്ങി കാത്തിരിക്കും ആ ഒരു ഇതിനു വേണ്ടി. അപ്പം ഈശോ പറയാം, നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നഗ്നനേത്രത്തിന് ഈശോയെ കാണുന്നില്ലെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങിയിരിക്കണം. എന്തിനു വേണ്ടി? ഈശോയെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം. ആ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആ സ്നേഹവും വിശുദ്ധിയും നിർമ്മലതയും പരിശുദ്ധിയും നമ്മളിൽ നിറഞ്ഞ് നമ്മൾ കാത്തിരുന്നാലേ നമുക്ക് ഈശോയുടെ കൂട്ടത്തിൽ ഇനി സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതിന് ആൻറ്റി ഒരു കഥ പറഞ്ഞു. ആൻറ്റി പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഈ സംഗതി കേട്ടോ. മോക്ക് മനസ്സിലാകുന്നതും കൂടുതൽ അവർക്ക് ആൻറ്റിമാർക്കായിരിക്കും മനസ്സിലാകുന്നത് കേട്ടോ. കഥ കേട്ടിട്ടുണ്ടോ? ഒരു നമ്മുടെ വിദേശത്ത് നിന്ന് ഒരു മകനെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങോട്ടൊരു പ്രൊജക്റ്റ് ഇറിഗേഷൻ സംബന്ധമായിട്ട് കൊണ്ടുവന്നു. കേട്ടിട്ടുണ്ടോ? അത് സോളി കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടില്ല അല്ലെ? ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള ഒരു ഓർമ്മ അതെ. അങ്ങനെ ഇവിടെ വിട്ടിട്ട് ഈ മകൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം വിദേശത്താണ്.
അപ്പോൾ സായിപ്പും കുഞ്ഞാ അപ്പോൾ ഇവിടെ വരുമ്പം വ്യത്യസ്തമാണല്ലോ അല്ലേ. അവിടുത്തെ മകൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിറത്തിലും രൂപത്തിലും ഒക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നിട്ട് പ്രൊജക്റ്റ് എല്ലാം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിതാവിനും ഈ കേരളം, അപ്പോൾ ഈ മകൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പാരമ്പര്യ കലകൾ അഭ്യസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തി. അതുമല്ല അപ്പോൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ പിതാവ് വരുവാ നാട്ടിലേക്ക്. അപ്പോൾ പിതാവിനും കേരളമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അവരിവിടെ വരുക. ഇവിടെ വരുമ്പം വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ മോന് പാരമ്പര്യ കലകളൊക്കെ പഠിക്കാനൊക്കെ പോയ കൂട്ടത്തിൽ ഈ ജോലിയിലെല്ലാം വീഴ്ച വരുത്തി ഇവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ചില അവിഹിത ബന്ധങ്ങളിലെല്ലാം പെട്ടു. ഒത്തിരി പ്രശ്നങ്ങളായി. ഈ മകൻ്റെ വിസയും ഇതിൻ്റെ പാസ്പോർട്ടും എല്ലാം ഗവൺമെൻറ് കണ്ടുകെട്ടി പല പല കേസുകളിൽ കുടുങ്ങിക്കിടക്കും. അപ്പോൾ ഈ പിതാവ് മകനെ കൂട്ടി അവിടെ വിവാഹമൊക്കെ ആലോചിച്ച് എല്ലാം സെറ്റപ്പാക്കി ഇട്ടിരിക്കുക. നല്ല സുഖമായ സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ഈ അപ്പം വരുമ്പോൾ അറിയുന്നത് ഇങ്ങനെയാണ്, ഈ മോനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റണില്ല. ആ ലെവലിൽ ഇത് ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുക. നിയമ കുരുക്കിലാകപ്പെട്ട് കിടക്കുക. അപ്പോൾ ഈ പിതാവിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ വേദനിച്ച് ആ പുത്രൻ്റെ നഷ്ടത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു ചിത്രമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുക, ശരിക്കും പറഞ്ഞാൽ ഈശോ ഇനി രണ്ടാമത് വരും, ഉറപ്പായിട്ടും വരും. നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വരിക. അന്നേരം നമുക്ക് ഈശോയുടെ കൂട്ടത്തിൽ പോകണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം, നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതാ ഈശോ പറഞ്ഞത്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, ജാഗരൂകരായിരിക്കുമെന്ന് ഈശോ പറഞ്ഞ അതാണ്. കാരണം നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തിന്മ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അതായത് അത്ര സീരിയസ് ആയിട്ട് നമ്മളിതിനെ എടുക്കണം. കാരണം നമ്മൾ ഈശോ ഇങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മളെ ഈശോ, കർത്താവിൻ്റെ ആത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവനല്ല, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഈശോ വരിക. നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഈശോ പിതാവിനോടൊപ്പം ചേർന്ന് സന്തോഷിക്കാൻ, സ്വർഗവാസികളോട് ചേർന്ന് നിത്യതയിൽ സന്തോഷിക്കാൻ കൊണ്ടുപോകാൻ വരുമ്പം നമുക്ക് ഈശോയുടെ കൂട്ടത്തിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എങ്കിൽ ഈശോയ്ക്ക് എന്നാ ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ ഓർക്കുക, ഈ വിദേശത്തു നിന്ന് വന്ന ആ പിതാവിൻ്റെ ദുഃഖം, സ്വന്തം മോനെ ഇങ്ങോട്ട് അയച്ചത് നല്ലതിന് വേണ്ടിയിട്ടാണ്, നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. പക്ഷെ ആ മകൻ ഇവിടെ വന്ന് പ്രലോഭനങ്ങളിൽ കുടുങ്ങി നിയമക്കുരുക്കിലായി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ നമുക്ക് തിരിച്ചു പോകാനുള്ള, നമ്മുടെ തറവാട് നമുക്കറിയാമോ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മുടെ സ്വന്തം തറവാട് അവിടെയാണ്. അവിടെ കൊണ്ടുപോകാനായിട്ടാണ് ഈശോ വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഈ ഭൂമിയിൽ കുടുങ്ങിക്കിടന്നാലോ? അതാണ് നമ്മൾ ലോകത്തിന് അനുരൂപരാകരുതെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. ലോകം ഇവിടെ പല രീതിയിൽ നമ്മളെ സ്വർഗത്തിലേക്ക് അയക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ദൈവവുമായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രലോഭനങ്ങൾ അയക്കുമ്പോൾ ഇതിൽ നമ്മൾ വീഴരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മോൾ മുമ്പ് എടുത്ത ആ പുസ്തകം എടുത്ത മോളെ, അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിനകത്തും നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ വായിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, നമ്മളിതെല്ലാം പഠിക്കണം. ഇതിനകത്ത് 673 സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എങ്കിലും ആസന്നമായിരുന്നു. യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിനു മുൻപുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും ഇത് നിറവേറിയേക്കാം. അപ്പം ഈശോ നമ്മളോട് മുന്നറിയിപ്പ് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേക്കണേ? ജാഗരൂകരായിരിക്കും. നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ ഈശോ എപ്പോൾ വേണേലും വരാം, കള്ളനെ പോലെ കയറി വരാം. അതുപോലെ ഈശോ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല, അത് പിതാവിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ? നമ്മൾ ഈശോയോട് ചേർന്ന്, അത് ആൻറ്റി ഒരു സൂത്രം കാണിച്ചു തരാം കൊച്ചിന്, നിങ്ങൾ നോക്കിയോ കേട്ടോ. ഇത് ഈശോയുടെ പടം, ഇത് മനുഷ്യൻ്റെ പടം അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഉണ്ടോ? എന്ത് പറ്റി? വെളിച്ചം വന്നു. എന്ത് നമ്മൾ ഈശോ പറഞ്ഞത് ഇങ്ങനെ നമ്മളോട് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയോട് ചേർന്ന് നമ്മൾ ആയിരിക്കണം, ഈശോയോട് കൂടെ നമ്മളായിരിക്കണം. അപ്പം അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ
നമ്മളിങ്ങനെ തെളിഞ്ഞ് സ്നേഹത്തിൽ, ഐക്യത്തിൽ, സന്തോഷത്തിൽ, ആ നിർമ്മലതയിൽ, വിശുദ്ധിയിൽ, പരിശുദ്ധിയിൽ നമ്മളായിരിക്കും. അങ്ങനെ ജാഗരൂകതയോടെ നമ്മൾ ഈശോയോട് ചേർന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈശോ നമ്മൾ ജീവിക്കുന്നില്ലേ? ഉണ്ട്. വേർപെട്ടാൽ വെളിച്ചമില്ല. അപ്പം നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം ഈശോ നമ്മുടെ കൂടെ ഇല്ലേ? ഉണ്ട്. ഇപ്പം നമ്മുടെ കണ്ണിന് നഗ്നനേത്രത്തിന് കാണത്തില്ലെന്നേ ഉള്ളൂ, ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉണ്ട്, ഈ ഭൂമി മുഴുവനും, ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മ വികാരങ്ങൾ പോലും തിരിച്ചറിയുന്ന ദൈവം, അവൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന ഓരോ വാക്കും അറിയുന്ന ദൈവം. അപ്പം നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും കളിക്കുന്നതും പഠിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് എവിടെ നിറഞ്ഞിരിക്കുന്നു? ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആ വസിക്കുന്ന ഈശോ എവിടെയാണ്? ഇപ്പം എവിടെയാണ് വസിക്കണേ? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ട്, നമ്മുടെ ആത്മാവിൽ ഈശോ ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ തെളിഞ്ഞ് നമ്മൾ നല്ല പ്രകാശിതരായിട്ടിരിക്കും. അന്തിമകാലം വരെ തെളിഞ്ഞു നിൽക്കണം കേട്ടോ. ഇപ്പം ഈശോയോട് ഇപ്പം ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായോ? വെള്ളത്തെ കാണാം, നീരാവിയെ കാണത്തില്ല. വീണ്ടും വെള്ളത്തെ ഘനീഭവിച്ചപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ 3 രൂപം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈശോ ഭൂമി ശരീരത്തോടെ ജീവിച്ചിരുന്നു, ഇപ്പം നമ്മുടെ നഗ്നനേത്രത്തിന് കാണത്തില്ല, വീണ്ടും വരും. അപ്പം ഈ വെള്ളത്തിൽ തന്നെ ഈ നീരാവിയും വീണ്ടും ഘനീഭവിക്കുന്നതെല്ലാം എവിടെ തന്നെയുണ്ട്? വെള്ളത്തിൽ തന്നെയുണ്ട് അല്ലേ? ആ വെള്ളത്തിൻ്റെ ഓരോ മാറ്റമാണെന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പം നഗ്നനേത്രത്തിന് കാണത്തില്ല, പക്ഷെ നല്ല വിശുദ്ധരും നന്നായിട്ട് ഈശോയായിട്ട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ ഈശോ ഇപ്പോഴും കാണുന്നുണ്ടെന്നാണ് പറയണേ. നമ്മളും ആഗ്രഹിക്കണം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. അപ്പം നമുക്ക് ഹൃദയവിശുദ്ധി വരുമ്പോൾ ആരെ കാണാൻ പറ്റും? ദൈവത്തെ കാണാൻ പറ്റും. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ പറ്റും. അപ്പം സംശയം മാറിയാ? ഇനി കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇത് കുഞ്ഞിനിരുന്നോട്ടെ, സമ്മാനമായിട്ട് ഇരുന്നോട്ടെ. ഓക്കെ, താങ്ക് യു.